ജോസഫ് മാഷുടെ കൈവെട്ടി ശരീരമാസകലം വെട്ടി പരിക്കേൽപ്പിക്കുന്നതിലൂടെയാണ്, കൈപ്പത്തി വെട്ടി മാറ്റുന്ന അതിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ട് ഒരു ഭീകര നിലപാടുള്ള ഒരു സംഘടനയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. നേരത്തെ അതൊരു ഭീകര സംഘടനയാണ് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു എന്നല്ലാതെ എടുത്തു കാണിക്കാൻ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ ഇത് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയാണോ അല്ലയോ എന്നതിനെ ന്യായീകരിക്കുകയോ എതിർക്കുകയോ അല്ല. പോപ്പുലർ ഫ്രണ്ടിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം ചെയ്തു എന്ന കാരണത്താൽ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വന്ന് അവരുടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ നാട്ടിലേക്ക് വരാൻ സാധിക്കാതെ വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലേക്ക് പോകും എന്ന ഒരു നിലയിൽ നാട്ടിലേക്ക് വരാൻ കഴിയാത്ത കുറേ പ്രവാസികൾ, അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഇവർ പണം പിരിക്കുന്നതോ സഹായിക്കുന്നതോ ആ സംഘടന നിരോധിച്ചതിന് ശേഷമല്ല, അതിനു മുമ്പാണ്. നിരോധിച്ചതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ പ്രവാസികൾ അല്ലെങ്കിൽ മലയാളികൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കർശനമായ നിലപാടുകൾ ഗവൺമെന്റ് എടുക്കേണ്ടതാണ്, അന്വേഷണ ഏജൻസികൾ എടുക്കേണ്ടതാണ്. പക്ഷെ അതിനു മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെ പലരും സഹായിച്ചിട്ടുണ്ട്. അത് പോപ്പുലർ ഫ്രണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്, പലർക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാ സംഘടനകളും അങ്ങനെയാണ്. ഒരു വശത്തു കൂടി അവർ നല്ല പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം എന്ന് പറയുന്നത് അതിക്രൂരമായ രീതിയിൽ പെരുമാറാറുണ്ട്. ഇവിടെ ഒരുപക്ഷെ നല്ല പ്രവൃത്തികൾക്ക്, മറ്റ് ഭവന നിർമ്മാണ പ്രവൃത്തികൾക്കും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഒക്കെ പണം കൊടുത്ത് സഹായിച്ചവരും ഇപ്പോൾ കുടുങ്ങിയിട്ടുണ്ട്. അവർക്കും നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. കാരണം അവർ പോപ്പുലർ ഫണ്ടിന് വേണ്ടിയിട്ടാണ് പണം കൊടുത്തിട്ടുള്ളത്. പോപ്പുലർ ഫണ്ട് ആകട്ടെ ഇവിടെ നിരോധിക്കപ്പെട്ടതിന്റെ നേതാക്കളൊക്കെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് നമ്മുടെ ഭരണ സംവിധാനത്തോട്, നീതി സംവിധാനത്തോട് പറയാനുള്ളത്, ഈ പണം കൊടുത്തവർക്ക് അവരുടെ ഭാഗം പറയാനും അവരുടെ ഭാഗം വിസ്തരിക്കാനുമുള്ള അവസരം ഒരുക്കിക്കൊണ്ട് അവരെ നാട്ടിലേക്ക് വരാൻ അനുവദിക്കണം എന്നാണ്. ഈ പ്രവാസികളായവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ നീതിന്യായ സംവിധാനത്തോട് നിങ്ങൾ രേഖാമൂലം നിങ്ങൾ ഇമെയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അറിയിക്കണം. അറിയിച്ച ശേഷം അവരുടെ നിർദ്ദേശത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം. അവരുടെ കൃത്യമായ ചോദ്യം ചെയ്യലിനും അതുപോലെ നടപടികൾക്കും മറ്റുമെല്ലാം നിങ്ങൾ വിധേയനാകേണ്ടി വരും. അവർ പറയുന്ന വഴിക്ക് നിങ്ങൾ പോകേണ്ടി വരും. സ്വാഭാവികമായും നിരോധിക്കപ്പെട്ട ഒരു സംഘടന എന്ന നിലയിൽ അതിലേക്ക് വന്ന പണമൊഴുക്കുകളുടെ കാര്യങ്ങൾ അവർക്ക് അന്വേഷിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. സത്യസന്ധമായി വിവരങ്ങളെല്ലാം ഈ അന്വേഷണ ഏജൻസികളെ ധരിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇത്തരക്കാർ അയച്ചിട്ടുള്ള പണം മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്കോ ആണ് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ സമകാലത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കും. അഥവാ അത്തരം പണം അങ്ങനെയാണ് പോയത് എന്നുള്ള രേഖ കയ്യിലുണ്ടെങ്കിൽ, അതല്ല മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ ഇപ്പോൾ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന ആ സമയത്തൊക്കെ ധാരാളം പണം പോപ്പുലർ ഫണ്ടിന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പണമാണ് വന്നിട്ടുള്ളെങ്കിൽ തീർച്ചയായും അത് ഒരു ഭീകരപ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി അത്തരം പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി വന്ന പണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒന്നാം പ്രതിയായിട്ടുള്ള വ്യക്തി എത്രയോ വർഷം ഒളിവിൽ താമസിച്ചു, എന്നിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ ഒരുപാടുണ്ട്, അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം തന്നെയാണ്. കാരണം കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൃത്യമാണ് ജോസഫ് മാഷിയുടെ കൈവെട്ട് എന്ന് പറയുന്നത്. വെറും ഒരു കൈവെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ചു എന്നതല്ല, അതിനപ്പുറം അദ്ദേഹത്തിന്റെ കുടുംബം ശിഥിലമായി പോയി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അതിനുശേഷം സമനില തെറ്റിപ്പോയി, അവർ ആത്മഹത്യ ചെയ്തു, അദ്ദേഹത്തിന്റെ ജോലി പോയി, സമൂഹത്തിൽ മുഴുവൻ അപമതിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ സഭ, അദ്ദേഹം വിശ്വസിച്ചിരുന്ന വിശ്വാസ സമൂഹം ഒക്കെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം വന്നു. ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി തലേ ദിവസം വരെ സർവ്വസമ്പന്നനായിരുന്ന ഒരു വ്യക്തി പിറ്റേ ദിവസം ഒറ്റയ്ക്കായി പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കത് മനസ്സിലാവില്ല. ഒരു വീണ്ടു വിചാരമില്ലാതെ ആരൊക്കെയോ വിശ്വസിക്കുന്നത് കേട്ടുകൊണ്ട് തങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ എന്തോ ആനയാണ് ചേനയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് ആവേശപ്പെട്ട് ചാടിയപ്പോൾ അങ്ങനെ ചാടിയതിന്റെ ഫലമായിട്ടാണ് ഈ ജോസഫ് മാഷിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഈ പോപ്പുലർ ഫണ്ടിനും ഇന്നത്തെ ഗതിയിലേക്ക് വന്നത്. പക്ഷെ അതുകൊണ്ട് അവരുടെ ഈ പ്രവർത്തനങ്ങൾ അറിയാതെ ഒരു പക്ഷേ അവർ സഹായിച്ചിട്ട് പോയിട്ടുള്ള, സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് സഹായിച്ചിട്ടുള്ളവരായ വ്യക്തികൾ കൂടി ശിക്ഷിക്കപ്പെടുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അവരെ കൃത്യമായ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ കുറ്റക്കാരാണെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുത്തുകൊണ്ട് അവരെ തുടർന്ന് ജീവിക്കാനും, ഇനി അഥവാ കുറ്റക്കാരല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നാട്ടിൽ അവരുടെ കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. അതിനുള്ള ശിക്ഷ എന്ത് തന്നെയായിരുന്നാലും അത് ഇന്ത്യ ഒരു നിയമ സംവിധാനമുണ്ട്, ആ ഇന്ത്യയിലെ നിയമ സംവിധാനം അനുസരിച്ച് ശിക്ഷിക്കപ്പെടണം. ഇനി കുറ്റം ചെയ്തു എന്ന് ഉറപ്പുള്ള പ്രതികൾ
അവരെ സഹായിച്ചവരാണ് എന്നവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ നാട്ടിൽ വന്ന് ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാകണം. എത്ര കാലം വിദേശത്ത് ഇങ്ങനെ ഒളിച്ച് താമസിക്കും? അതിനൊക്കെ ഒരു പരിധിയില്ലേ? കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി അവിടെ വന്ന് താമസിക്കേണ്ടി വരും. പഴയതുപോലെയല്ല. ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ തമ്മിൽ കരാറുകളുണ്ട്. ഇങ്ങനെ സഹായിച്ചവർക്കെതിരെ കേസെടുത്തുകൊണ്ട് ആ കേസ് പ്രകാരം നിയമ നടപടിയിലേക്ക് പോയാൽ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസിക്ക് അവിടെ വന്ന് തൂക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഇവിടെ അതിന് ബന്ധപ്പെട്ട രീതിയിൽ അന്വേഷണവുമായി സഹകരിച്ചുകൊണ്ട് പോരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അന്വേഷണ ഏജൻസിയുമായി സഹകരിച്ചുകൊണ്ട് അവരോട് കാര്യങ്ങൾ വെളിപ്പെടുത്താനും തങ്ങളുടെ അതിലുള്ള സ്ഥാനം, ആ പണം എന്തിന് ഏതിന് എന്നുള്ള രേഖകൾ, കോളുകൾ ഉണ്ടാവും, റെക്കോർഡുകൾ ഉണ്ടാവും, അതൊക്കെ ഹാജരാക്കിക്കൊണ്ട് അതിൽ തങ്ങളുടെ ആ ഒരു സ്ഥാനം എന്ത് എന്ന് ഈ അന്വേഷണ ഏജൻസികളുടെ അടുത്ത് അങ്ങോട്ട് പോയി പറഞ്ഞാൽ അവർക്ക് അർഹിക്കുന്ന ഒരു ശിക്ഷ ഒരു പക്ഷേ കിട്ടുമായിരിക്കും. അതിനുശേഷം അവർക്ക് ഇവിടെ മാന്യമായി ജീവിക്കാൻ സാധിക്കും. ഈ പണം കൊടുത്ത് സഹായിച്ചവർ കുറ്റവാളികളല്ല എന്നുണ്ടെങ്കിൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യം എന്താണ്? അവർ അന്വേഷണവുമായി സഹകരിക്കണം, നാട്ടിൽ വന്ന് അന്വേഷണവുമായി സഹകരിക്കണം. നാട്ടിലേക്ക് വരുമ്പോൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ട് വരണം. ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ട് വന്നാൽ പണി എളുപ്പമാണ്. അല്ലാതെ വരുമ്പോൾ ഉള്ള സ്വീകരണമായിരിക്കില്ല അറിയിച്ചിട്ട് വരുമ്പോൾ ഒരു പരിഗണന കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ അങ്ങോട്ട് ചെന്ന് കീഴടങ്ങിയവരെ കൊലയ്ക്ക് കൊടുത്ത ചരിത്രമൊന്നും നമ്മുടെ ഒരു കുറ്റാന്വേഷണ ഏജൻസിയും ചെയ്തതായിട്ട് എനിക്കറിയില്ല. അവർ തെരഞ്ഞുപിടിക്കുന്നതിന് മുമ്പ് അവരോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മറ്റാരെയും രക്ഷിക്കാതെ സത്യമായി പറഞ്ഞ് ഉള്ള ശിക്ഷ ഏറ്റുമായിക്കൊണ്ട് ശിഷ്ടകാലം നിൽക്കുന്നതായിരിക്കും നല്ലത്. അതിനുള്ള അവസരം, സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത്, അവർ ഒരുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം കുറെ നിരപരാധികളും ഇതിനകത്തുണ്ട്. അവർ അനാവശ്യമായി ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലല്ലോ.